നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ പഠിക്കാനുള്ളത് ഇപ്പോൾ കാർബണിന്റെ കോമ്പൗണ്ട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാർബൺ അലോട്രോപിക് ഫോംസ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കാർബണിന്റെ കുറച്ച് അലോട്രോപിക് ഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിലിക്കണിന്റെ കുറച്ച് കോമ്പൗണ്ട്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. സോ ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ കാർബണിന്റെ കേസിൽ അലോട്രോപിക് ഫോമിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കറിയാം ഡയമണ്ട് ആണ്. ഡയമണ്ട് നമുക്കറിയാം ഹാർഡസ്റ്റ് ആണ്, പിന്നെ പ്യൂറസ്റ്റ് ഫോമാണ്. കാർബണിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് ഡയമണ്ട്. നമ്മൾ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി ഒന്നും അത് പാസ് ചെയ്യില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്കറിയാം. ഈ ഡയമണ്ടിനകത്ത് ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. പിന്നെ ഡയമണ്ട് എന്ന് പറയുന്നത് ഓരോ കാർബൺ ആറ്റവും ലിങ്ക് ചെയ്തിരിക്കുന്നത് കോവാലന്റ് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കാർബൺ ലിങ്കേജ് കോവാലന്റ് ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സോളിഡ് ആണ്. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ഡയമണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഡയമണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നും. അത് 3 ഡയമെൻഷനലി ഓറിയന്റഡ് ആണ്. നെക്സ്റ്റ് ഹാർഡസ്റ്റ് ആണ്, പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ ആണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡയമണ്ട് എന്താണെന്നുള്ള ചെറിയ ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഡയമണ്ടിനകത്ത് കാർബണിന്റെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഗ്രാഫൈറ്റ് നമുക്കറിയാം ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലേ. കുറേ ഹെക്സാഗണൽ റിങ് ഷീറ്റിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റ്. നമ്മൾ ലൂബ്രിക്കൻസ് ആയിട്ടൊക്കെ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ലെയറും ലിങ്ക് ചെയ്തിരിക്കുന്നത് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഓരോ ലെയറും നമ്മൾ ഈ ഗ്രാഫൈറ്റിനകത്ത് ലിങ്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓരോ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓരോ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ അതിനകത്ത് നടക്കും ഡീലോക്കലൈസേഷൻ നടക്കും. കാരണം പൈ ഇലക്ട്രോൺസ് ഉണ്ട് അതിനകത്ത്. പൈ ബോണ്ടിങ് വരും. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പൈ ബോണ്ടിങ് വരും. പൈ ബോണ്ടിങ് ഉണ്ടാകുമ്പോൾ അവിടെ ഡീലോക്കലൈസേഷൻ നടക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ലൂബ്രിക്കൻസ് ആയിട്ട് നമുക്ക് ലെയർഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ലൂബ്രിക്കൻസ് ആയിട്ട് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഇതുണ്ട്, ഉപയോഗങ്ങളുണ്ട്. നെക്സ്റ്റ് ഇതൊരു ടു ഡയമെൻഷണൽ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. 2 ഡയമെൻഷണൽ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ലെയേഴ്സ് ഹെൽഡ് ടുഗദർ ബൈ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഗ്രാഫൈറ്റിന്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ ഫുള്ളറിൻ നമുക്ക് ഓൾറെഡി അറിയാം. ആ ഒരു ബോൾ കണക്കിട്ട് നമ്മുടെ സോക്കർ ബോളിന്റെ ആ ഒരു ഷേപ്പ് ഉള്ളതാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. 60 കാർബൺ ആറ്റമുള്ള ഫുള്ളറിനാണ് സാധാരണ മെയിൻ ആയിട്ട് പറയാറുള്ളത്. 60 കാർബൺ ആറ്റുള്ളത്. അല്ലാത്തതിന് 70 ഉള്ള ഫുള്ളറിൻസും ഉണ്ട്. മെയിൻലി നമ്മൾ പറയാറുള്ളത് C60 ആണ്. പിന്നെ ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ ആണ് ഇത് കണ്ടെത്തിയത്. ബക്കി ബോൾ എന്നിങ്ങനെ വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്തും ഈ ഡീലോക്കലൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യും ഫുള്ളറിൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കാർബണിന്റെ അലോട്രോപ്പിൽ മെയിൻ ആയിട്ട്. ക്രിസ്റ്റലൈൻ ഫോമിൽ വരുന്ന അലോട്രോപ്സ് ഈ 3 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറിൻ. നെക്സ്റ്റ് അമോഫസ് ഫോമിൽ ഏതൊക്കെയാണ് വരുന്നത്? കോള്, കോക്ക്, ചാർക്കോള്, ആക്ടിവേറ്റഡ് ചാർക്കോള്, അങ്ങനെയുള്ള മീൻസ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ അമോഫസ് അലോട്രോപിക് ഫോമാണ് കാർബണിന്റെ. ഓക്കെ, അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനൊന്നുമില്ല. സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് അലോട്രോപിക് ഫോംസ് എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. സിലിക്കന്റെ കോമ്പൗണ്ട്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ സിലിക്കന്റെ കോമ്പൗണ്ട് ഒന്ന് സിലിക്ക. നമ്മൾ മിക്കവാറും എപ്പോഴും പറയാനുള്ള കാര്യമാണ് സിലിക്ക. SiO2 സിലിക്ക നമ്മൾ ഇപ്പം സോളിഡ് ആയിട്ട് റൂം ടെമ്പറേച്ചറിലെ സോളിഡ് ആണ്. ഈ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് ഇപ്പോൾ 4 ഓപ്ഷൻസ് വന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, സിലിക്കയെ സംബന്ധിച്ച് കറക്റ്റ് ആയത് ഏതൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും, ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് സിലിക്കയുടേത്. 3 ഡയമെൻഷണൽ ആണ്. ഓരോ സിലിക്കണും sp3 ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറിലാണ് ഉള്ളത്. ഓരോ സിലിക്കണും സറൗണ്ടഡ് ബൈ 4 ഓക്സിജൻ ആറ്റം. 4O ആണിത്. 4 ഓക്സിജൻ ആറ്റം ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ടെട്രാഹൈഡ്രലി സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സിലിക്കണ് ചുറ്റും 4 ഓക്സിജൻ ഉണ്ട്. എങ്ങനെ? ടെട്രാഹൈഡ്രലി അറേഞ്ച് ചെയ്തിട്ട് 4 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി സ്റ്റേബിൾ സ്ട്രക്ചർ ആണ് ഈ സിലിക്കയുടെ എന്ന് പറയുന്നത്. ഹൈലി സ്റ്റേബിൾ സ്ട്രക്ചർ ആണ്. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് സിലിക്ക ജെൽ സാധാരണ ഈ അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിലിക്ക ജെൽ നമ്മൾ ക്രോമാറ്റോഗ്രാഫി, സെപ്പറേഷൻ ടെക്നിക്കിലൊക്കെ സിലിക്ക ജെൽ അതിനൊരു അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടിയാണ് അതിനകത്തുള്ളത്, സിലിക്ക ജെല്ലിനുള്ളത്. ഓക്കെ, അപ്പോൾ സിലിക്ക ജെല്ലിനെ കുറിച്ച് കൂടുതലായിട്ടും പറയാനില്ല. ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ മതി. അബ്സോർപ്ഷൻ ഒക്കെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിലിക്ക ജെൽ സാധാരണ സെപ്പറേഷൻ ടെക്നിക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ഗ്ലാസ് നമുക്കറിയാം, ഗ്ലാസ് അമോഫസ് ആണ്, ട്രാൻസ്പാരൻറ്റ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്, സിലിക്കയാണ് അതിൻ്റെ മെയിൻ കോമ്പൗണ്ട് വരുന്നത് ഗ്ലാസിൻ്റെ അല്ലേ, സിലിക്കൺ. ഓക്കെ, സോ അതിനകത്ത് പലതരം ഗ്ലാസ്സസ് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്നാമത് സോഡാ ഗ്ലാസിൻ്റെ കെമിക്കൽ ഫോമുലയാണ് Na2O CaO 6SiO2 എന്ന് പറയുന്നത്. സോഡാ ഗ്ലാസ് നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രി ലാബിൽ റിയേജന്റ് ബോട്ടിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇല്ലേ, സോഡാ ഗ്ലാസ്. നമ്മുടെ സാധാരണ സോഡനൊക്കെ ബോട്ടിൽ പോലത്തെ ഗ്ലാസ് ഒട്ടും ഹാർഡല്ലാത്ത, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന. നമ്മളിപ്പോൾ അത് ഏതെങ്കിലും ഷെയ്ക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിയേജന്റ് ബോട്ടിൽ എടുത്തൊരു ഷെയ്ക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 കറക്കിളക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോകും. മീൻസ് അത്രയേ ഉള്ളൂ അതിൻ്റെ സ്ട്രെങ്ത്. റിയേജൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ബെഞ്ച് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ബെഞ്ച് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു റിയേജന്റ് ബോട്ടിൽസ് ഒക്കെ സോഡ ഗ്ലാസ് വെട്ടിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അത്രയും സ്ട്രോങ് ഒന്നും അല്ല. അതായത് നമ്മൾ സാധാരണ ലാബിലുള്ള ഗ്ലാസ് വെയേഴ്സ് ഉണ്ടല്ലോ, ഗ്ലാസ് വെയേഴ്സ് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു സെൻട്രിഫ്യൂഗിങ് ഗ്ലാസ് ട്യൂബോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക, സെൻട്രിഫ്യൂഗ് ചെയ്യാനൊക്കെ. അത് അത്യാവശ്യം നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഗ്ലാസ് തന്നെ വേണം, ഗ്ലാസ് മെറ്റീരിയൽസ് തന്നെ വേണം. ഇപ്പോൾ ബീക്കർ ഉണ്ടാക്കുന്നത് സോഡാ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ബീക്കർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ബീക്കർ നമുക്ക് എന്ത് ചെയ്യണം, ചൂടാക്കേണ്ടി വരും, ചൂടാക്കി ചിലപ്പോൾ കൂൾ ചെയ്യേണ്ടി വരും അല്ലേ. പെട്ടെന്നായിരിക്കും ടെമ്പറേച്ചർ ചേഞ്ചിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഗ്ലാസ് ആയിരിക്കണം നമ്മൾ ഈ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഡാ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പം ബെഞ്ച് റിയേജൻ്റ് ആയിട്ട് ഒരു ഡൈലൂട്ട് HCl അല്ലെങ്കിൽ ഒരു ഡൈലൂട്ട് ആസിറ്റിക് ആസിഡ് അതൊക്കെ യൂസ് ചെയ്ത് ബെഞ്ച് റിയേജൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സാധാരണ അത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഗ്ലാസ് ആണ് സോഡാ ഗ്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് Na2O CaO 6SiO2. ഓക്കെ, സിലിക്കയാണ് അതിൻ്റെ മെയിൻ കോമ്പണൻറ്റ് വരുന്നത്, CO2. നെക്സ്റ്റ് പൊട്ടാഷ് ഗ്ലാസ് അത്യാവശ്യം ഹാർഡാണ്, ടെമ്പറേച്ചറിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് തന്നെയാണ്. K2O CaO, അതായത് സോഡാ ഗ്ലാസ് എന്ന് പറയുമ്പോൾ സോഡിയാണ് കോമ്പണൻറ്റ് വരുന്നത്, പൊട്ടാഷ് ഗ്ലാസ് വരുമ്പോൾ പൊട്ടാഷ്യാണ് അതിൻ്റെ കോമ്പണൻറ്റ് വരുന്നത്. കോമ്പോസിഷൻ രണ്ടും ബാക്കിയൊന്നും വ്യത്യാസമില്ല. നെക്സ്റ്റ് ഫ്ലിൻറ്റ് ഗ്ലാസ് സാധാരണ ഹൈലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കൂടിയ ഗ്ലാസ്, അതായത് നമുക്കിപ്പോൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ, പ്രിസം അല്ലെങ്കിൽ ലെൻസ് അതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട്, അതാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, അത് K2O ലെഡ് ഓക്സൈഡ് 6SiO2, അതായത് ലെഡ് ഓക്സൈഡ് ആ ഒരു കോമ്പണൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ബോറോസിലാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലാബിൽ കാണുന്ന മിക്കവാറും നല്ല ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബോറോസിൽ ഗ്ലാസ് വെച്ചിട്ടാണ്. ഇപ്പോൾ അത് എന്താണ് നമ്മളെ ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ്, ബീക്കർ, പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അതുപോലത്തെ അത്യാവശ്യം മീൻസ് നമുക്ക് പെട്ടെന്ന് ഹീറ്റ് ആയാലും പെട്ടെന്ന് കൂൾ ചെയ്താലും ടെമ്പറേച്ചറിലുള്ള ആ ചേഞ്ചിനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, മീൻസ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത ഗ്ലാസ്, അതാണ് ഈ ബോറോസിൽ ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോറോസിൽ ഗ്ലാസ്സിൽ നമ്മുടെ B2O3 കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ Na2O B2O3 Al2O3 SiO2 ആണ് ഇതിൻ്റെ കോമ്പോസിഷൻ വരുന്നത് ബോറോസിൽ ഗ്ലാസിൻ്റെ. മെയിൻലി ഗ്ലാസ് വേസ് ഒക്കെ ഉണ്ടാക്കുന്നത് ബോറോസിലാണ്. അപ്പം ഭാവിയിൽ നമ്മളിപ്പോൾ ഒരു കെമിസ്ട്രി ലാബൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് വേസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, വാങ്ങുന്ന ഗ്ലാസ് വേസ് ബോറോസിലിൻ്റെതായിരിക്കണം. മീൻസ് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പെട്ടെന്ന് ഹീറ്റ് ചെയ്യും, കൂൾ ചെയ്യും, ഷേക്ക് ചെയ്യും, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുള്ള ഗ്ലാസ് വേസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെയും എന്തെങ്കിലും നമ്മൾ ബോറോസിൽ ആയിരിക്കണം വാങ്ങേണ്ടത്. പിന്നെ സാധാരണ സൂക്ഷിച്ച് വെക്കാൻ ബെഞ്ച് റീജൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സോഡാ ഗ്ലാസ് യൂസ് ചെയ്യും. പിന്നെ ഫിസിക്സിൻ്റെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ, ലെൻസ്, പ്രിസം ഒക്കെ ഉണ്ടാക്കാനാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലിയാണ് പറയാൻ പോകുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. നൈട്രജൻ ഫാമിലി, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, NS2 NP3. P സബ്ഷെല്ലിനകത്ത് 3 ഇലക്ട്രോൺസ്, അതായത് പാർഷ്യലി ഫിൽഡ് സ്റ്റെബിലിറ്റി ഈ നൈട്രജൻ ഫാമിലിയിൽ വരുന്ന എലമെന്റ്സിനൊക്കെ ഉണ്ട്. ഓക്കെ, സോ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും ഈ എലമെന്റ്സിന്റെ സൈസ് എന്ത് ചെയ്യും, കൂടി വരും. അത് നമുക്ക് ഓൾറെഡി അറിയാം, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ എലമെന്റ്സിന്റെ സൈസ് കൂടും. കാരണം എന്താണ്, അതിൽ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് എന്ത് ചെയ്യുന്നത്, ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി നമ്മളിപ്പോൾ ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ കമ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജി, ഫസ്റ്റ് അയണൈസേഷൻ എനർജി പറയുകയാണെങ്കിൽ നമുക്കെന്നെ പറയാൻ പറ്റും, ഇത് ഹയർ ആയിരിക്കും. ഗ്രൂപ്പ് 14 കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 15 ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കും. അയണൈസേഷൻ എനർജി എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടത്. അത് എന്തുകൊണ്ട് ഹയർ ആവുന്നത്, കാരണം
ഇതിന് നമ്മൾ പറഞ്ഞു പാർഷ്യലി ഫീൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെ, NP3 പാർഷ്യലി ഫീൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ആ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് 14 അതായത് കാർബൺ ഫാമിലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൈട്രജൻ ഫാമിലിയുടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൂടുതലാണെന്ന് പറയാൻ കാരണം. ഇനി ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നവർ എന്ത് ചെയ്യും, അയണൈസേഷൻ എനർജി കുറയും. അത് നമുക്ക് ഓൾറെഡി അറിയാതെ സൈസ് ബിഗർ ആകുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക്, ആന്റിമണി, ബിസ്മത്ത് എത്തുമ്പോഴേക്കും ഈ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആ ഗ്രൂപ്പിലുള്ള ട്രെൻഡ് പറയുവാണെങ്കിൽ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നവർ അയണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ് 14 എലമെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹയർ അയണൈസേഷൻ എനർജി ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതിന്റെ വാല്യൂ 3ന്റെ അടുത്തൊക്കെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വരുന്നത്. നമുക്കറിയാം ഓക്സിജൻ 3.5ന്റെ അടുത്തും അതുപോലെ ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് 4ന്റെ അടുത്തും വരുന്നത്. അപ്പൊ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജനും ഓൾമോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലെ, കാരണം 3 വരുന്നുണ്ട് അതിന്റെ വാല്യൂ. സോ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നവരും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നവരും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. സോ നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക്, ആന്റിമണി, ബിസ്മത്ത് എത്തുമ്പോഴേക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസിങ് വരുന്നുണ്ട്. അതായത് നൈട്രജന്റെ 3 ആണ്, പിന്നെ അത് കുറഞ്ഞാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ നമുക്കറിയാം നൈട്രജനും ഫോസ്ഫറസ് എന്താണ്, നോൺ മെറ്റൽ ആണ്. നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക് എന്താണ്, മെറ്റലോയിഡ് ആണ്. ആന്റിമണി, ബിസ്മത്ത് എത്തുമ്പോഴേക്കും എന്തായി, അത് മെറ്റലായിട്ട് മാറി. ആന്റിമണി മെറ്റലോയിഡ് ആണ്, ബിസ്മത്ത് എന്താണ്, മെറ്റലാണ് അല്ലെ. നമുക്കപ്പോൾ ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ് നോൺ മെറ്റൽസ് ആണ്, അർസനിക്, ആന്റിമണി മെറ്റലോയിഡ്സ് ആണ്, ബിസ്മത്ത് മെറ്റലാണ്. നെക്സ്റ്റ് പറയാനുള്ളത് കാറ്റിനേഷൻ. കാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി കാണിക്കും, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരെ കാണിക്കുക, അപ്പോൾ സാധാരണ കാർബൺ കാണിക്കുന്നത് പോലെ കാണിക്കില്ല. കാർബൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മീൻസ് ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്നത് കാർബണിന്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കൊണ്ടാണ്. ബട്ട് കാർബൺ കാണിക്കുന്നത് അത്ര കാണിക്കില്ല. പക്ഷെ ഫോസ്ഫറസിനും നൈട്രജനൊക്കെ ആ ഒരു സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ട്, എൻ ലിങ്കേജ് ഒക്കെ വരും. ഫോസ്ഫറസ് തന്നെ സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ, പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചർ, അങ്ങനെ കുറച്ച് വേറെ സ്ട്രക്ചേഴ്സ് കാറ്റിനേഷൻ കൊണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ കാർബൺ ബെൻസീൻ ഫോം ചെയ്യുന്നത് പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ഫോസ്ഫറസ് ഒക്കെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. സോ ആ കാറ്റിനേഷന്റെ ആ ഒരു ഓർഡർ ആണ് ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ നൈട്രജൻ, നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. അപ്പോൾ ഫോസ്ഫറസ് ആണ് നൈട്രജനേക്കാളും കൂടുതൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത്. എന്തുകൊണ്ട്, കാരണം നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ സിംഗിൾ ബോണ്ട് കുറച്ച് വീക്കാണ്. നമുക്കറിയാം നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ളത് അല്ലേ. സോ നൈട്രജൻ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ട് ഒരു കാറ്റിനേഷൻ നടത്തിയിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതിനേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അത് കാറ്റിനേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നത് ഫോസ്ഫറസ് ആണ് നൈട്രജനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അലോട്രോപ്പി. അലോട്രോപ്പി നമുക്കറിയാം, ഇപ്പൊ നൈട്രജന്റെ കേസിലാണെങ്കിൽ ആൽഫ നൈട്രജൻ, ബീറ്റ നൈട്രജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഫോസ്ഫറസിന്റെ കേസിൽ വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇതൊക്കെ എന്താണ്, ഈ ഫോസ്ഫറസിന്റെ ഒക്കെ അലോട്രോപ്പിക് ഫോം ആണ്. അപ്പോൾ അലോട്രോപ്പിയും കാണിക്കും ഈ നൈട്രജൻ, ഫോസ്ഫറസ് ആ ഒരു കോമ്പൗണ്ട്സ് ഒക്കെ അലോട്രോപ്പിക് ഫോംസും കാണിക്കും. നെക്സ്റ്റ് ഹൈഡ്രേറ്റ്സ് ആണ്. ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റ്സ് നമുക്കറിയാം, ഇപ്പോൾ നൈട്രജന്റെ ഹൈഡ്രേറ്റ് ഏതാണ്, അമോണിയ NH3. പിന്നെ ഫോസ്ഫറസിന്റെ ഹൈഡ്രേറ്റ് ആണ് PH3, ഫോസ്ഫീൻ എന്ന് നമ്മൾ പറയും. PH3 ഫോസ്ഫീൻ ആണ്. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക്കിന്റെ അർസീൻ AH3. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, നമ്മളിപ്പോൾ അമോണിയ എടുക്കുകയാണെന്ന് ചോദിക്കുക. അമോണിയ 3 നൈട്രജൻ ആണ്, പിരമിഡൽ ഷേപ്പ് ആണ് അല്ലെ. പിരമിഡൽ ഷേപ്പ് ആണ്, ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാം. ഹൈഡ്രേറ്റിന്റെ കേസിൽ ഹൈഡ്രേറ്റിന്റെ തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് അമോണിയക്കാണ്. അമോണിയ ഗ്രേറ്റർ ദാൻ PH3 ഗ്രേറ്റർ ദാൻ ASH3. ഓക്കെ, അതായത് ഹൈഡ്രേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് നൈട്രജന്റെ ഹൈഡ്രേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ, തെർമലി സ്റ്റേബിൾ. അപ്പൊ അമോണിയ ആണ് തെർമലി സ്റ്റേബിൾ ദാൻ ഫോസ്ഫീൻ. ഫോസ്ഫീനേക്കാളും തെർമലി സ്റ്റേബിൾ ആരാണ്, അമോണിയ ആണ് തെർമലി സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് റിഡ്യൂസിങ് ക്യാരക്ടർ. റിഡ്യൂസിങ് ക്യാരക്ടർ കൂടുതലുള്ളത് BiH3 ആണ്. അതായത് തെർമൽ സ്റ്റെബിലിറ്റി ആർക്കാണോ കുറവുള്ളത് അവർക്കാണ് റിഡ്യൂസിങ് ക്യാരക്ടർ കൂടുതലുള്ളത്. അപ്പോൾ ബിസ്മത്തിന്റെ ഹൈഡ്രേറ്റിനാണ് തെർമൽ മീൻസ് റിഡ്യൂസിങ് ക്യാരക്ടർ കൂടുതലുള്ളത്. അപ്പോൾ റിഡ്യൂസിങ് ക്യാരക്ടർ കുറവുള്ളതായിക്കാണ് അമോണിയക്കാണ് കമ്പാരിറ്റീവ്ലി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ റിഡ്യൂസിങ് ക്യാരക്ടർ കുറവുള്ളത്. ഓക്കെ, സോ തെർമൽ സ്റ്റെബിലിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് റിഡ്യൂസിങ് ക്യാരക്ടർ എന്നുള്ളത് ആ ഒരു ഓർഡർ കൊടുത്താൽ മതി. നെക്സ്റ്റ് ബേസിക് ക്യാരക്ടർ. ബേസിക് ക്യാരക്ടർ നമുക്കറിയാം അമോണിയ തന്നെയാണ്
ഈ ഗ്രൂപ്പിൽ ഹൈഡ്രേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ തന്നെയാണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ അമോണിയ ഗ്രേറ്റർ ആണ് ഫോസ്ഫീൻ. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഈ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഈ ബേസിക് ക്യാരക്ടർ കുറഞ്ഞു വരും. നെക്സ്റ്റ് ബോണ്ട് ആംഗിൾ, അതുപോലെ ഡൈപോൾ മൊമെന്റ്, ഇതൊക്കെ സെയിം ഓർഡർ ആണ്. ഈ ബേസിക് ക്യാരക്ടറിന്റെ അതേ ഓർഡർ തന്നെയാണ് ബോണ്ട് ആംഗിളും ഡൈപോൾ മൊമെന്റും വരുന്നത്. എന്തുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ അമോണിയക്ക് കൂടുതലായിട്ട് വരുന്നത്? കാരണം അമോണിയക്ക് അതുള്ള എന്താണ് ബോണ്ട് പെയർ അല്ലെ, ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടുതലാണ് അമോണിയക്ക്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് അത് കുറച്ച് നീങ്ങി നിൽക്കും അല്ലെ, റിപ്പൽ ചെയ്ത് നിൽക്കുമ്പോൾ അത്യാവശ്യം ബോണ്ട് ആംഗിൾ കൂടും. അതുകൊണ്ടാണ് അമോണിയക്ക് ബോണ്ട് ആംഗിൾ കൂടുതൽ. നെക്സ്റ്റ് ഫോസ്ഫറസ്, ആർസനിക് അങ്ങനെ പോകുന്ന സമയത്ത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതും ഈ ബോണ്ട് പെയർ റിപ്പൽഷൻ കുറയും. അതുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ കുറയുന്നത്. ഓക്കെ, അതാണ് ബോണ്ട് ആംഗിളിന്റെ ഓർഡർ. പിന്നെ ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാകുമ്പോഴാണ് ഡൈപോൾ മൊമെന്റ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നൈട്രജൻ ആണ് ഇലക്ട്രോ നെഗറ്റീവ്, അപ്പോൾ അതിന്റെ കോമ്പൗണ്ടിനാണ് ഡൈപോൾ മൊമെന്റ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് അമോണിയക്ക് ഡൈപോൾ മൊമെന്റ് കൂടുതലായത്. ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്ന ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡൈപോൾ മൊമെന്റ് കുറയും. ഓക്കെ, നെക്സ്റ്റ് ഹാലൈഡ്സ്. ഹാലൈഡ്സ് തന്നെ ട്രൈ ഹാലൈഡ് ഫോം ചെയ്യും, പെന്റാ ഹാലൈഡ് ഫോം ചെയ്യും. ട്രൈ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NF3, NCl3, PF3, PCl3. ഓക്കെ, PCl3 ആണ് നമ്മൾ അധികം പറയാറ്. പെന്റാ ഹാലൈഡ് ആണെങ്കിലോ PCl5 അല്ലെ, PCl3, PCl5 ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ട്രൈ ഹാലൈഡ് ഫോം ചെയ്യും, പെന്റാ ഹാലൈഡ് ഫോം ചെയ്യും നൈട്രജൻ ഫാമിലിയിലുള്ള എലമെന്റ്സ്. അതിൽ ട്രൈ ഹാലൈഡ്സിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണിത്. NF3 ഗ്രേറ്റർ ദാൻ NCl3, അതായത് സെയിം സെൻട്രൽ ആയിട്ട് സെയിം ആണ്, നൈട്രജൻ തന്നെയാണ്. മാറുന്നത് ഏതാണ്, ഹാലജനാണ് മാറുന്നത്. അപ്പോൾ ഫ്ലൂറിന്റെ ട്രൈ ഹാലൈഡ് ആണ് മോർ സ്റ്റേബിൾ ദാൻ ക്ലോറൈഡിന്റെ ട്രൈ ഹാലൈഡ്. അതായത് ട്രൈ ക്ലോറൈഡിനേക്കാൾ സ്റ്റേബിൾ ആണ് ട്രൈ ഫ്ലൂറൈഡ്, നൈട്രജന്റെ ട്രൈ ഫ്ലൂറൈഡ്സ്. ഓക്കെ, അപ്പോൾ നൈട്രജന്റെ ട്രൈ ഫ്ലൂറൈഡ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ ദാൻ നൈട്രജന്റെ ട്രൈ ക്ലോറൈഡ്. ഓക്കെ, പിന്നെ അതിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവാണ് ട്രൈബ്രോമൈഡ്സ്. നെക്സ്റ്റ് ഈസ് ഓഫ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളൈസ് ചെയ്യാനുള്ള ആ ഒരു ഈസിനെസ് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നത് നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക്, ആ ഒരു ഈസിനെസ് കുറയും. അപ്പൊ പെട്ടെന്ന് ഈസിലി നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്നത് നൈട്രജന്റെ ട്രൈ ഹാലൈഡ്സിനെയാണ് നമുക്ക് ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുക. ഈസ് ഓഫ് ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്നത്, വാട്ടറായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്നത് നൈട്രജന്റെ ട്രൈ ഹാലൈഡ്സ് ആണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഈ ഈസിനെസ് കുറയും. നെക്സ്റ്റ് ബേസിക് നാച്ചർ. ബേസിക് നാച്ചർ കൂടുതൽ എടുത്ത് നൈട്രജന്റെ ട്രൈ അയഡൈഡിനാണ്. ഓക്കെ, മീൻസ് NF3 ലെസ് ദാൻ NCl3 ലെസ് ദാൻ NBr3 ലെസ് ദാൻ Ni3. അപ്പോൾ സെയിം സെൻട്രൽ ആയിട്ടാണ് നൈട്രജൻ തന്നെയാണ്. ഇപ്പോൾ ഹാലജൻസ് ആണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നൈട്രജന്റെ ട്രൈ അയഡൈഡ് ഫോം ആണ് എന്ത്, മോർ ബേസിക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോണ്ട് ആംഗിളിന്റെ ഓർഡർ. PF3 ലെസ് ദാൻ PCl3 ലെസ് ദാൻ PBr3 ലെസ് ദാൻ PI3. അതായത് ബോണ്ട് ആംഗിൾ കൂടുതലുള്ളത് ഫോസ്ഫറസിന്റെ ട്രൈ അയഡൈഡ്, അതായത് സെയിം സെൻട്രൽ ആറ്റം തന്നെയാണ്. അപ്പൊ ട്രൈ ഹാലജൻസ് ആണ് മാറുന്നത്. അപ്പൊ അയഡൈഡ് ട്രൈ അയഡൈഡ് ആണ് എന്ത് വരിക, ബോണ്ട് ആംഗിൾ കൂടുതൽ വരിക. ട്രൈ അയഡൈഡ് ആണ് ബേസിക് നാച്ചർ കൂടുതൽ വരിക. ഓക്കെ, അപ്പോൾ ഈ കുറേ ഓർഡർ വരുന്നുണ്ട് നമുക്ക് P ബ്ലോക്കിനകത്ത്. അപ്പം P ബ്ലോക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഈ ഓർഡർ ആണ്. പിന്നെ ചിലതിന്റെ സ്ട്രക്ചേഴ്സ്, ഡൈബോറൈൻ ആയിക്കോട്ടെ, പിന്നെ ഫോസ്ഫറസിന്റെ കുറച്ച് കോമ്പൗണ്ട്സിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് P ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ ഓർഡേഴ്സ് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് പെന്റാഹാലൈഡ്സ്. സോ ഈ ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ പെന്റാഹാലൈഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ട്രൈ ഹാലൈഡ്സ് പറഞ്ഞു. നൈട്രജൻ ഡസ് നോട്ട് ഫോം പെന്റാഹാലൈഡ്സ്. നൈട്രജൻ പെന്റാഹാലൈഡ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് NCl5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്സ് ഒന്നും ഇല്ല അല്ലേ. ഇപ്പം NCl3 ഒക്കെ ഉണ്ട്, അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. പെന്റാഹാലൈഡ് ഫോം ചെയ്യുന്നില്ല. ഫോം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുക നമുക്കറിയാം. അതായത് നൈട്രജൻ എന്ന് പറയുന്നത് ആ ഒരു പീരീഡിൽ വരുന്ന എലമെന്റ്സ്. ഇപ്പം നേരത്തെ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് 13, 14 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മെമ്പേഴ്സിന് എന്തില്ല, വാക്കൻറ്റ് ഓർബിറ്റൽസ് ഇല്ല. വാക്കൻറ്റ് ഓർബിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള ലിഗാൻസിനെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഈ അനോൺസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു 3 ക്ലോറിനൊക്കെ വെച്ചിട്ട് നമുക്ക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് മീൻസ് NCl5 പോലത്തെ കോമ്പൗണ്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ്, അതായത് വാക്കൻറ്റ് ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടാണ് നൈട്രജൻ എന്ത് ചെയ്യാത്തത്, പെന്റാഹാലൈഡ്സ് ഒന്നും ഫോം ചെയ്യാത്തത്. നെക്സ്റ്റ് തെർമലി ലെസ് സ്റ്റേബിൾ ആണ്. ഈ പെന്റാഹാലൈഡ്സ് ഒക്കെയും തെർമലി ലെസ് സ്റ്റേബിൾ ആണ്. നൈട്രജന്റെ മാത്രമല്ല, നൈട്രജൻ്റെത് ഓൾറെഡി ഫോം ചെയ്യില്ല എന്ന് പറഞ്ഞു.
ബാക്കിയുള്ള ഏത് ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ ഏത് പെൻഡാഹാലൈഡ് ആണെങ്കിലും അത് തെർമലി ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടും, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും കൂടുന്നത്. കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ താഴെയുള്ള എലമെന്റ്സിനൊക്കെ SO മീൻസ് D ഓർബിറ്റൽ F ഓർബിറ്റലൊക്കെ ഉണ്ട്. അതൊക്കെ ലെസ് ഷീൽഡിങ് ആണ്. ലെസ് ഷീൽഡിങ് ആയതുകൊണ്ട് തന്നെ മോർ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. മോർ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. അങ്ങനെയാണ് താഴോട്ട് പോകുന്തോറും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആയിരിക്കും മിക്കവാറും ഫോം ചെയ്യുക ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് പെൻഡാബ്രോമൈഡ്സ് ആൻഡ് പെൻഡാഐഡൈഡ്സ് ആർ അൺസ്റ്റേബിൾ. പെൻഡാബ്രോമൈഡും പെൻഡാഐഡൈഡും അൺസ്റ്റേബിൾ ആണ്. അതിനുള്ള കാരണം എന്താണ്? കാരണം ഈ ബ്രോമൈഡും അയഡൈഡും എന്ന് പറയുമ്പം മീൻസ് വലിയ ബിഗർ ആനയോൺസ് ആയി മാറിയില്ലേ, വലിയ ബിഗർ അയോൺസ് ആണ് ബ്രോമിൻ അയഡിനൊക്കെ. അപ്പോൾ സൈസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും വലിയ സൈസുള്ള ഈ ഇത് വരുന്ന സമയത്ത് ഈ നൈട്രജൻ്റെയോ ഫോസ്ഫറസിൻ്റെ ഒക്കെ കൂടെ അത് വരുന്ന സമയത്ത് എന്താണ് ഇപ്പം ഫോസ്ഫറസ് Pi5 പെൻഡാ അയഡൈഡ് അല്ലേ, Pi5 ഫോസ്ഫറസിന്റെ പെൻഡാ അയഡൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് അൺസ്റ്റേബിൾ ആണ്. കാരണം അത് സ്റ്റെറിക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്. കാരണം വലിയ ബിഗർ ആയിട്ടുള്ള അയോൺസ് ആണ് അയഡിൻ 5 അയഡിനൊക്കെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര സ്റ്റെറിക് ഇൻട്രൻസ് ഒക്കെ അവിടെ വരും. അപ്പോൾ അതെന്താണ് അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാന്നുള്ളത് അൺസ്റ്റേബിൾ ആണ് കേട്ടോ. അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെൻഡാബ്രോമൈഡും പെൻഡാഐഡൈഡും അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം ആ സ്റ്റെറിക് ഫാക്ടേഴ്സ് കൊണ്ടാണ്. കാരണം സൈസ് ബിഗർ ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ഓക്സൈഡ്സ്. ഇനി ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് എല്ലാം കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. കാരണം ഓരോ ഗ്രൂപ്പും നമ്മളിപ്പോൾ പറഞ്ഞു പോകാതില്ല. അപ്പം M2O3യും M2O5 ഈ രണ്ട് ഓക്സൈഡ്സ് ഫോം ചെയ്യുക അല്ലെ. ട്രയോക്സൈഡും പെൻഡോക്സൈഡും ഫോം ചെയ്യുക. M2O3യും M2O5 ഈ രണ്ട് ഓക്സൈഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് നൈട്രജൻ മോണോക്സൈഡ്, N2O നൈട്രസ് ഓക്സൈഡ്, NO2 നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെയുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ഓക്സൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് പറയുന്നതാണ് N2O3യും മീൻസ് N2O5. അതായത് എമ്മിന് പകരം നമ്മുടെ നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ഏതെങ്കിലും എലമെന്റ് ആയിക്കോട്ടെ. ഓക്കെ, സോ ഓൾ ട്രയോക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഫോസ്ഫറസ് അർസനിക് ആസിഡിക് ആണ്. നൈട്രജൻ ഫോസ്ഫറസ് അർസനിക് ഇതിൻ്റെയൊക്കെ ട്രയോക്സൈഡ്സ് ആസിഡിക് ആണ്. ഓക്കെ, അപ്പോൾ ആ അസിഡിറ്റിൻ്റെ ഓർഡർ ആണ് നമ്മൾ പറഞ്ഞത്. ഈ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ വരിക? N2O3 ആണ് ട്രയോക്സൈഡ്. N2O3 ആണ് മോർ അസിഡിക് ദാൻ P2O3 ആൻഡ് AS2O3. സോ മോർ അസിഡിക് ആരാണ്? നൈട്രജന്റെ ട്രയോക്സൈഡ് ആണ് മോർ അസിഡിക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ട്രയോക്സൈഡ്സ് ഓഫ് ആന്റിമണി എന്താണ്? ആംഫോട്ടറിക് ആണ്. അതുപോലെ ബിസ്മത്ത് എന്താണ്? ബേസിക് ആണ്. അപ്പോൾ ഈ ആസിഡിക് സ്ട്രെങ്ത് എന്താണ്? താഴോട്ട് പോകുന്നതോറും ഡിക്രീസ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് അസിഡിക് നൈട്രജന്റെ ട്രയോക്സൈഡ് ആണ്. പിന്നെ താഴോട്ട് പോകുന്നതോറും കുറഞ്ഞ ആന്റിമണിനെ എടുക്കുമ്പോൾ ആംഫോട്ടറിക് ആയി. പിന്നെ ബിസ്മത്തിന്റെ എടുക്കുമ്പോൾ ബിസ്മത്തിന്റെ ട്രയോക്സൈഡ് ബേസിക് ആയിട്ട് മാറും. നെക്സ്റ്റ് അസിഡിക് സ്ട്രെങ്ത്. അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഇതാണ്. പെൻഡോക്സൈഡ്സിന്റെ കേസിൽ N2O5 ആണ് ഗ്രേറ്റർ ദാൻ P2O5 ആൻഡ് AS2O5. സോ N2O5 അതായത് നൈട്രജന്റെ പെൻഡോക്സൈഡ് ആണ് മോർ അസിഡിക് വരിക. ഓക്കെ, അത് ട്രയോക്സൈഡ് ആണെങ്കിലും പെൻഡോക്സൈഡ് ആണെങ്കിലും നൈട്രജൻ ആണ് ഗ്രൂപ്പിൽ മോർ അസിഡിക് ആയിട്ട് വരുന്നത്. പിന്നെ P2O5 ആൻഡ് AS2O5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ. നെക്സ്റ്റ് ഇപ്പോൾ നൈട്രജൻ്റെ തന്നെ പല ടൈപ്പ് ഓക്സൈഡ്സ് ഉണ്ട്. നൈട്രജൻ്റെ ഓക്സൈഡ്സ് സോ നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, N2O3, N2O4, N2O5. അപ്പോൾ ഇതിൻ്റെ കേസിൽ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് തന്നെയാണ്. അതിൻ്റെ ഓർഡറാണ് ഇവിടെ തന്നിട്ടുള്ളത്. N2O5 ആണ് ഗ്രേറ്റർ അസിഡിക് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് N2O4, N2O3, N2O ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ N2O5 ആണ് ഗ്രേറ്റർ അസിഡിക്. അപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ്സ് മാത്രമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ N2O5 ആണ് ഗ്രേറ്റർ അസിഡിക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് N2Oവും NOവും ഈ താഴെ പിറകിലുള്ള ഈ രണ്ട് എലമെന്റ്സ്, ഈ രണ്ട് കോമ്പൗണ്ട്സ് നൈട്രജൻ്റെ ന്യൂട്രൽ ആണ്. N2Oവും നൈട്രസ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും അത് രണ്ടും എന്താണ്? ന്യൂട്രൽ ആണ്. ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴാണ് അസിഡിക് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഇതാണ്. ഇത് രണ്ടും ന്യൂട്രൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. നെക്സ്റ്റ് ഓക്സോ ആസിഡ്സ്. ഓക്സോ ആസിഡ്സ് എന്താണ്, എങ്ങനെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പോകുന്നില്ല കേട്ടോ. സോ ഓക്സോ ആസിഡ്സിന്റെ കേസിൽ ഇപ്പോൾ നൈട്രിക് ആസിഡ് ആണ് ഗ്രേറ്റർ ആസിഡിക് സ്ട്രെങ്ത് വരിക.
പിന്നെയാണ് ഫോസ്ഫോറിക് ആസിഡ്, പിന്നെയാണ് ആർസനിക്കിൻ്റെ ആസിഡ് വരും. അപ്പോൾ ആസിഡിക് സ്ട്രെങ്ത് നോക്കുമ്പോൾ നൈട്രജൻ്റെ തന്നെ ഓക്സിജൻ ആസിഡിനാണ് ആസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അപ്പോൾ HNO3ക്കാണ് ആസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫോസ്ഫോറിക് ആസിഡ്, പിന്നെ ആർസനിക്കിൻ്റെ ആസിഡ്, അങ്ങനെ ആ ഒരു ഓർഡറാണ് പോവുക. നെക്സ്റ്റ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമാണ് പറയുന്നത്. കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജനിൽ ഫസ്റ്റ് അമോണിയ. അതല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞ N2O, NO അങ്ങനെ പല കോമ്പൗണ്ട്സ് ഉണ്ടാകും. നമുക്ക് ഒരുപാട് കോണ്ടാക്ട് സിലബസിനകത്ത് അമോണിയ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അമോണിയയുടെ പ്രിപ്പറേഷൻ ലബോറട്ടറിയിൽ നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടിയിട്ട് നമുക്ക് അമോണിയ ഗ്യാസ് കിട്ടുന്ന ലബോറട്ടറി മെത്തേഡാണ് പ്രിപ്പറേഷൻ വരുന്നത്. അവിടെ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹേബർ പ്രോസസ്സ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത് നൈട്രജനും അമോണിയയും കൂടിയിട്ട് അയണിൻ്റെ പ്രസൻസിൽ അമോണിയ ഗ്യാസ് ആയിട്ട് മാറുന്നത്. നൈട്രജനും ഹൈഡ്രജനും കൂടിയിട്ട്. ഓക്കെ, നൈട്രജനും ഹൈഡ്രജനും കൂടി N2+3H2 gives 2NH3 നമുക്കറിയാവുന്ന ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണ് അമോണിയയുടെ പ്രിപ്പറേഷൻ ഇൻഡസ്ട്രിയൽ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് അലോട്രോപിക് ഫോംസ്. നമ്മുടെ ഫോസ്ഫറസ് അലോട്രോപിക് ഫോംസ് കാണിക്കുമല്ലോ. അപ്പോൾ അത് വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്, റെഡ് ഫോസ്ഫറസ് ഉണ്ട്, ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ട്. ഓക്കെ, സോ വൈറ്റ് ഫോസ്ഫറസിൻ്റെ കേസിൽ ഇതാണ് സ്ട്രക്ചർ വരിക. ഒരു ഫോസ്ഫറസ് 3 ബോണ്ടിങ്. അപ്പോൾ ഈ എത്ര ഫോസ്ഫറസ് ബോണ്ടിങ് ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ വൈറ്റ് ഫോസ്ഫറസിനകത്ത് എത്ര ഫോസ്ഫറസ് PP ബോണ്ടിങ് എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ PP ബോണ്ടിങ് എത്ര ഉണ്ട് എന്നുള്ളത് എണ്ണിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ മാത്രം. നെക്സ്റ്റ് റെഡ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ, അത് ചെയിൻ ആയിട്ട് പോകുന്നതാണ്. ഇപ്പം വൈറ്റിൻ്റെ തന്നെ ചെയിൻ ആയിട്ട് പോകുന്നതാണ് റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്, ബ്ലാക്ക് ഫോസ്ഫറസ് സാധാരണ ഇപ്പോൾ നമ്മളെ ഗ്രാഫൈറ്റിൻ്റെ ഒക്കെ സ്ട്രക്ചറിൽ കാർബണിന് പകരം ഫോസ്ഫറസ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഹെക്സാഗണൽ സ്ട്രക്ചർ, അപ്പോൾ അതിൻ്റെ തന്നെ റിങ്, ഇതൊക്കെ ഇവിടേക്ക് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഇങ്ങനെ താഴോട്ടും ഇതേപോലത്തെ ഹെക്സാഗണൽ ഷീറ്റിലേക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ വരിക. ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ അകത്ത് എത്ര PP ബോണ്ടിങ് ഉണ്ടെന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല, കാരണം അതൊരു ചെയിൻ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ അതുപോലെ റെഡ് ഫോസ്ഫറസിൻ്റെ ചെയിൻ ലൈക്ക് പോളിമറിക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഫോസ്ഫറസ് ബോണ്ടിങ് പറയാൻ പറ്റില്ല. പക്ഷെ വൈറ്റിൻ്റെ കേസിൽ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ്, ഓക്സിജൻ ഫാമിലി. ഇപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് 13, 14, 15 പഠിച്ചു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. NS2 NP4 ആണ് അല്ലേ. വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് വരിക, NS2 NP4. നെക്സ്റ്റ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഈ 3 ആൾക്കാരാണ് ഓക്സിജൻ ഫാമിലിയിലുള്ളത്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഓക്സിജൻ, സൾഫർ ആണ് അല്ലേ. സോ സൈസ് ഇൻക്രീസസ്, മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. നമുക്ക് ഓൾറെഡി അറിയാം, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ആറ്റോമിക് സൈസ്, റേഡിയസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇവിടെ അതിന് മാറ്റമൊന്നുമില്ല, ഈ ട്രെൻഡിൽ വ്യത്യാസമൊന്നുമില്ല. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും സൈസ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം, അതിന് കൊടുക്കേണ്ട എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഗ്രൂപ്പ് 14 എലമെൻറ്റ്, ഗ്രൂപ്പ് 14 എലമെൻറ്റ് എന്ന് പറയുമ്പോൾ NS2 NP3 എന്നാണ് വരിക അല്ലേ. അതായത് പിക്കകത്ത്, P ഓർബിറ്റലിനകത്ത് പാർഷ്യലി ഫീൽഡ് ആയിരിക്കും. 3 ഇലക്ട്രോൺസ് ആണ്, പാർഷ്യലി ഫീൽഡ് ആണ്. പാർഷ്യലി ഫീൽഡ് സ്റ്റെബിലിറ്റി ഈ നൈട്രജൻ ഫാമിലിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫാമിലിയെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ ഫാമിലിയുടെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കുറവാണ്. കാരണം നൈട്രജൻ ഫാമിലിക്ക് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. ബട്ട് ഓക്സിജൻ ഫാമിലിക്കകത്ത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ നൈട്രജൻ ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ ഫാമിലിയുടെ അയണൈസേഷൻ എനർജി കുറവാണ്. ഇനി ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഓക്സിജൻ, സൾഫർ, സെല്യൂൺ അങ്ങനെ പോകുന്തോറും അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. കാരണം സൈസ് കൂടുമ്പോൾ നമ്മുടെ ഈ അട്രാക്ഷൻ കുറവാകുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. സൈസ് കൂടുമ്പോൾ അട്രാക്ഷൻ കുറയും. അപ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുമെന്ന് പറയും. ഇപ്പോൾ സൈസ് കൂടുമ്പോൾ വാലൻസ് നമുക്ക് ഓൾറെഡി അറിയാം, വാലൻസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മാത്രം മതി. ഓക്കെ, അതാണ് അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും കുറയാനുള്ള കാരണം.
നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതേ ഓർഡർ തന്നെയാണ്. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് ഓക്സിജൻ ഫാമിലി എന്ന് പറയുമ്പോൾ അല്ലേ. അതായത് ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് വരുന്നത്. അത് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ 3 to 3.5 ആ ഒരു റേഞ്ചിലാണ് ആരുടേത് വരിക, ഓക്സിജൻ്റെത് വരിക ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് ഓക്സിജൻ. ഓക്സിജന്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഗ്രീസ് വരും. ഓക്കെ, നെക്സ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഓക്സിജൻ കാണിക്കാറ് അല്ലേ. -2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കാറ്. ഇപ്പോൾ നമ്മൾ H2O കൂടെ എടുത്താൽ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും കേസിൽ ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. ഇലക്ട്രോണിനെ മേടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മേടിച്ചിട്ട് ഒപ്റ്റിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ആർക്കുണ്ടാവുക, ഓക്സിജൻ ഉണ്ടാകും. അതായത് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസിയാണ് ഓക്സിജനിൽ ഉള്ളത്. ഓക്സിജൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് സൾഫർ ആയാലും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇനി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇപ്പം OF2 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിൻ്റെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവും കാണിക്കും നെഗറ്റീവും കാണിക്കും. മെയിനായിട്ട് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ H2O കൂടെയാണ്, അതായത് ഹൈഡ്രജൻ്റെ കൂടെ ഓക്സിജൻ നോക്കുമ്പോൾ ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ഓക്സിജൻ്റെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. ഇനി OF2 എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ഫ്ലൂറിനാണ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. നെക്സ്റ്റ് മെറ്റാലിക് നേച്ചർ നമുക്കറിയാം. മെറ്റാലിക് നേച്ചർ ഇപ്പോൾ ഓക്സിജൻ സൾഫർ നോൺ മെറ്റലാണ്, പിന്നെ സെലീനിയം ടെലൂറിയം മെറ്റലോയിഡ്സ് ആണ്, പൊളോണിയം മെറ്റാലിക് ആണ്. ഓക്കെ, അപ്പോൾ അതന്നെയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന ഒരു മെറ്റാലിക് നേച്ചർ കൂടുക തന്നെ നോൺ മെറ്റാലിക് നേച്ചർ കുറയുന്നത്. അപ്പോൾ ആദ്യത്തെ മെമ്പേഴ്സ് ഒക്കെ മിക്കവാറും നോൺ മെറ്റൽസ് ആയിരിക്കും, നടുക്കുള്ളതൊക്കെ മെറ്റലോയിഡ്സ് ആയിരിക്കും, താഴോട്ട് വരുന്നതും മെറ്റൽസ് ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അയണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും ഫോം ചെയ്യും. അയണിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് ഇപ്പോൾ സോഡിയം അതിൻ്റെയൊക്കെ കൂടെ വരുന്ന സമയത്ത് അയണിക് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക. അതായത് S ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പ് 16 എലമെന്റ്സ് വരുന്ന സമയത്ത് അത് അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും ഫോം ചെയ്യുക. ഇപ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ലെസ് ആയിട്ടുള്ളത് അങ്ങനെ വേണം പറയാൻ. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലുള്ളത് ഇപ്പോൾ ഹൈലി ഇലക്ട്രോ പോസിറ്റീവായിട്ട് S ബ്ലോക്ക് എലമെന്റും നമ്മൾ ഗ്രൂപ്പ് 16 എലമെന്റും തമ്മിൽ നല്ല ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടുതലാകുമ്പോൾ അവിടെ അയോണിക്കാണ് ഫോം ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻസ് കുറഞ്ഞിട്ടുള്ള എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് കോവാലന്റ് ബോണ്ടിങ് കിട്ടും. അപ്പോൾ നമ്മുടെ P ബ്ലോക്കിലുള്ള തന്നെ ഏതെങ്കിലും ഒരു എലമെന്റുമായിട്ട് നമ്മുടെ ഓക്സിജൻ ഫാമിലിയിലുള്ള ഒരു എലമെന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുവാണെങ്കിൽ അത് മിക്കവാറും കോവാലന്റ് ആയിരിക്കും, കാരണം അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവായിരിക്കും. നെക്സ്റ്റ് ബോണ്ടിങ് കഴിഞ്ഞു. കാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓക്സിജനും ചെറുതായ രീതിയിൽ ഓക്സിജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പം അതിനേക്കാളും ഫെമിലിയർ ആയിട്ട് മോസ്റ്റ് നമ്മൾ നേച്ചുറലി ഉണ്ടാകുന്നത് സൾഫറിൻ്റെ കാറ്റിനേഷൻ ആണ്. അതായത് സൾഫർ SSS കുറേ ബോണ്ടിങ് ഫോം ചെയ്യും. SSS എന്ന് പറഞ്ഞിട്ട് കുറേ ബോണ്ടിങ്, സൾഫർ ബോണ്ടിങ്. അപ്പോൾ സൾഫൈഡ് ലിങ്കേജസ് ആണ് മിക്കവാറും നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്സിജനേക്കാളും കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരാണ്, സൾഫർ തന്നെയാണ്. ഓക്കെ, അതായത് ഓക്സിജനകത്ത് വാക്കൻറ്റ് ഓർബിറ്റൽസ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെതായ പിന്നെ ഇതുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ സൾഫറിൻ്റെ കേസിൽ ഈ ബോണ്ടിങ് കൂടുതലായിട്ട് നടക്കും. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതും കാറ്റിനേഷൻ പ്രോപ്പർട്ടി കുറയായിരുന്നത്. സൾഫറിനാണ് മോസ്റ്റ് ഫെമിലിയർ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ഫാമിലിയിൽ. അപ്പോൾ സൾഫർ എന്ത് ചെയ്യും, കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്തായാലും അലോട്രോപ്പി കാണിക്കും. അലോട്രോപ്പിക് ഫോംസ് ഉണ്ട്. റോംബിക് സൾഫർ നമ്മൾ ഒരുപാട് സൾഫർ കേട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റോംബിക് സൾഫറിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ റോംബിക് സൾഫർ എന്ന് പറയുമ്പോൾ S8 സൾഫർ 8 സൾഫർ ആറ്റംസ് കൂടിയിട്ടാണ് റോംബിക് സൾഫർ ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഒരു W ഷേപ്പിലാണ് നമ്മൾ ആ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ എത്ര SS ബോണ്ടിങ് ഉണ്ട്, 1 2 3 4 5 6 7 8 ബോണ്ടിങ് ആണ്. അപ്പോൾ S8 എന്ന് പറയുമ്പോൾ 8 സൾഫർ ലിങ്കേജസ് അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് റിയാക്ടിവിറ്റി. ഓക്സിജൻ ഫാമിലിയുടെ റിയാക്ടിവിറ്റി മോസ്റ്റ് റിയാക്റ്റീവ് ഓക്സിജൻ തന്നെയാണ്, ഹൈലി റിയാക്റ്റീവ് ഓക്സിജൻ ആണ്. കാരണം എത്രമാത്രം ഓക്സൈഡ്സാണ് ഫോം ചെയ്യുന്നത് അല്ലേ, എല്ലാ എലമെന്റ്സിനും ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഗ്രേറ്റർ ദാൻ സൾഫർ ആ ഒരു ഓർഡറാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഈ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ H2M എന്ന ആ ഒരു കെമിക്കൽ ഫോമിലാണ് വരിക. H2O, H2S, H2SC അങ്ങനെയാണ് വരിക. ഓക്കെ, അതാണ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി, ഹൈഡ്രേറ്റ്സിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ തെർമലി സ്റ്റേബിൾ ആണ് വാട്ടർ. നമുക്കറിയാം വാട്ടർ എത്രമാത്രം ഹീറ്റിനെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റും. ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. സോ തെർമലി സ്റ്റേബിൾ ആണ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അതിൻ്റെ ഹൈഡ്രേറ്റ്സിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ H2O ഗ്രേറ്റർ ദാൻ H2S ഗ്രേറ്റർ ദാൻ H2SC അങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ വാട്ടറിനാണ്. റിഡ്യൂസിങ് ഓർഡർ വാട്ടർ റിഡ്യൂസിങ് ഏജന്റ് ഒന്നും അല്ല, നമുക്ക് ഓൾറെഡി അറിയാം. വാട്ടറിനെ അങ്ങ് ഒഴിവാക്കിയേക്കാം. ബാക്കിയുള്ളവരിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആർക്കാണോ തെർമൽ സ്റ്റെബിലിറ്റി കുറവുള്ളത് അവരാണ് ഹൈലി റിഡ്യൂസിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ആൾ ഹൈലി റിഡ്യൂസിങ് ആയിരിക്കും. സോ തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ഇപ്പോൾ വാട്ടർ നമ്മൾ ഒഴിവാക്കി, അത് കഴിഞ്ഞപ്പോൾ H2S ആണ്. അപ്പോൾ H2Sന്റെ റിഡ്യൂസിങ് ഓർഡർ കുറവായിരിക്കും. കാരണം തെർമൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കണോ അവയ്ക്കാണ് എന്ത് റിഡ്യൂസിങ് ഓർഡർ കൂടുതലുണ്ടാവുക. അപ്പോൾ റിഡ്യൂസിങ് ക്യാരക്ടർ കൂടുതലുണ്ടാവുക ഈ തെലൂറിയം അങ്ങനെ പോകുന്ന എലമെന്റ്സ്, ഗ്രൂപ്പിൽ താഴെയുള്ള എലമെന്റ്സിനായിരിക്കും, അതിൻ്റെ ഹൈഡ്രേറ്റ്സിനായിരിക്കും റിഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലുണ്ടാവുക. നെക്സ്റ്റ് ആസിഡിക് നേച്ചർ കൂടുതലുണ്ടാവുക. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ആസിഡിക് ഓർഡർ കൂടും. നമുക്കറിയാം വാട്ടർ ന്യൂട്രലാണ് അല്ലേ. അപ്പോൾ വാട്ടർ ന്യൂട്രലാണെങ്കിൽ ഗ്രൂപ്പ് താഴോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും, അസിഡിക് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ H2S കുറച്ച് അസിഡിക് ആണ്, അതിനേക്കാൾ അസിഡിക്കാണ് അതിൻ്റെ സെലീനിയത്തിൻ്റെ ഹൈഡ്രേറ്റ് അങ്ങനെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോവാലന്റ് ക്യാരക്ടർ സെയിം ഓർഡർ ആണ്. കോവാലന്റ് ക്യാരക്ടർ വാട്ടറിൻ്റെ കോവാലന്റ് ക്യാരക്ടർ കുറവാണ്, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറാണ് കോവാലന്റ് ക്യാരക്ടർ കൂടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോണ്ട് ആംഗിൾ ഡൈപോൾ മൊമെന്റും സെയിം ഓർഡർ ആണ്. H2Oക്കാണ് ബോണ്ട് ആംഗിൾ കൂടുതലുള്ളത്. ഓക്കെ, H2Oന്റെ നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് ബെൻഡ് സ്ട്രക്ചറാണ് വരക്കുന്നത്, ബെൻഡ് സ്ട്രക്ചർ. അപ്പോൾ ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ട്, ബോണ്ട് ആംഗിൾ ബോണ്ട് പെയർ റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടുതലുള്ളത് ആർക്കാണ്, വാട്ടറിനാണ്. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ കൂടുതൽ. പിന്നെ ഡൈപോൾ മൊമെന്റ് കൂടുതലാവാൻ കാരണം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെന്റും ബോണ്ട് ആംഗിളും ഒരേ ഓർഡറാണ് വരുന്നത്. നമ്മൾ മുന്നേ നൈട്രജൻ ഫാമിലി പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കേസിലും ഡൈപോൾ മൊമെന്റും ബോണ്ട് ആംഗിളും സെയിം ആ ഒരു ഓർഡർ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണേ. നമ്മളിപ്പോൾ കുറേ ഓർഡർ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ വെച്ച് പഠിച്ചാൽ, ഇപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റിയും റിഡ്യൂസിങ് ഓർഡറും ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ബോണ്ട് ആംഗിളും ഡൈപോൾ മൊമെന്റും ഒന്നിച്ച് പഠിച്ചു വെച്ചാൽ ആ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റുന്നത്. ഫിസിക്കലും ഹൈഡ്രേറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് 16 എലമെന്റ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ അതിനകത്ത് ചില കോമ്പൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോമ്പൗണ്ട്സ്, അതൊക്കെയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഓക്സൈഡ്സ്. സോ ഈ ഗ്രൂപ്പ് 16 എലമെന്റ്സിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം MO2 MO3 മെയിനായിട്ട് ഡയോക്സൈഡും ട്രയോക്സൈഡും. ഇപ്പം സൾഫറിൻ്റെ ആണെങ്കിൽ SO2 SO3 നമുക്ക് മെയിനായിട്ട് അറിയാവുന്ന ഓക്സൈഡ്സ് ആണ് അല്ലേ. അപ്പോൾ മിക്കവാറും ബി ബ്ലോക്കിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി തരുവാണ് ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് പറയുന്നതിൻ്റെ ലക്ഷ്യം. അതായത് സിലബസിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഗ്രൂപ്പ് വൈസ് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതായത് നമുക്ക് എല്ലാ ഗ്രൂപ്പിലും എന്തൊക്കെയാണ് ട്രെൻഡിൽ വ്യത്യാസം, എക്സെപ്ഷൻസ് ഉള്ളത് വേറെ തന്നെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ SO2 SO3 അതായത് MO2 MO3 എന്നുള്ള ആ ഒരു ഡയോക്സൈഡും ട്രയോക്സൈഡാണ് മെയിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ അസിഡിക് ക്യാരക്ടറിൻ്റെ ഓർഡർ ഇപ്പോൾ ഡയോക്സൈഡ് ആണെങ്കിലും ട്രയോക്സൈഡ് ആണെങ്കിലും സൾഫറിൻ്റെ ആണ് മോർ അസിഡിക്. ഇത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ തന്നെ എല്ലാ ഓക്സൈഡ്സും നോക്കുവാണെങ്കിലും ഈ SO2ഉം SO3യും സ്ട്രോങ്ലി അസിഡിക് ആണ്. SO2 SO3 സ്ട്രോങ്ലി അസിഡിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ പീരിയോഡിക് ടേബിളിൽ കുറേ ഓക്സൈഡ്സ് വരും. ഇപ്പം Na2O മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ്, ബേരിയത്തിൻ്റെ ഓക്സൈഡ്, അതൊക്കെയും വരുന്ന സമയത്ത് എല്ലാ ഓക്സൈഡ്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ അസിഡിക് ക്യാരക്ടർ അത്രയും കൂടുതലുള്ളത് നമ്മുടെ സൾഫറിൻ്റെ ഓക്സൈഡ്സിനാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇവിടെയും. അതായത് ഇപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ ആസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്, കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SO2 SO3 ട്രയോക്സൈഡ് ആയിക്കോട്ടെ ഡയോക്സൈഡ് ആയിക്കോട്ടെ സൾഫറിൻ്റെ ഓക്സൈഡാണ് ഹൈലി അസിഡിക്, സ്ട്രോങ്ലി അസിഡിക് എന്ന് നമുക്ക് പറയാൻ പറ്റുക. നെക്സ്റ്റ് ഇനി സൾഫറിൻ്റെ തന്നെ ഓക്സൈഡ്സ്, ഇപ്പം ട്രയോക്സൈഡും ഡയോക്സൈഡും മോണോക്സൈഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത് ട്രയോക്സൈഡിനാണ്. SO3ക്കാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. കാരണം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മളത് പറയുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ, സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SO3യിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്, SO2ൽ +4 ആണ്, SOയിൽ +2 ആണ്. സോ ഹൈലി അസിഡിക് ആയിട്ട് വരിക SO3 ആണ്. ഓക്കെ, സോ സൾഫറിൻ്റെ തന്നെ കോമ്പൗണ്ട്സിനെ ഓക്സൈഡ്സിനെ നമ്മൾ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ SO3 ആണ് ഹൈലി അസിഡിക് വരിക. കാരണം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് +2 മുതൽ, അതായത് ഗ്രൂപ്പ് 16 +2 മുതൽ +6 വരെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ. നെക്സ്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് സൾഫർ ഡൈ ഓക്സൈഡിനാണ്. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി, ഓക്സൈഡ്സിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ സ്ട്രോങ്ലി അസിഡിക് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. നെക്സ്റ്റ് കോമ്പൗണ്ട്സ്. നമുക്ക് മെയിനായിട്ട് ഒരുപാട് കോമ്പൗണ്ട് ഒന്നും പറയാനില്ല. അതായത് ഇപ്പോൾ സൾഫറിൻ്റെ കേസ് പറയാനിരിക്കുക, ഓക്സിജൻ ഫാമിലി ആണല്ലോ ഇത്. അപ്പോൾ ഓക്സിജൻ്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ ഓക്സൈഡ്സ് വരും. എത്രമാത്രം ഓക്സൈഡ്സ് ഉണ്ട് നമുക്ക്, അപ്പോൾ അതൊക്കെ അതിൻ്റെ കോമ്പൗണ്ടിൽ വരും. അപ്പോൾ എല്ലാം നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാത്തിൻ്റെയും ഇപ്പോൾ നൈട്രജനുമായിട്ട് ഓക്സിജൻ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ്റെ തന്നെ പലതരം ഓക്സൈഡ്സ് ഫോം ചെയ്യും. ഇനി സൾഫറുമായിട്ട് കമ്പയർ ചെയ്ത് സൾഫറിൻ്റെ പലതരം ഓക്സൈഡ്സ്. അപ്പോൾ ഓക്സിജൻ്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഉണ്ട്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കോമ്പൗണ്ട്സ് എണ്ണി പറയാൻ പറ്റില്ല അല്ലേ. ഓക്സിജൻ എല്ലാതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈലി റിയാക്റ്റീവാണ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരം ഓക്സൈഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഓക്സിജൻ്റെ കോമ്പൗണ്ട്സിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരാളാണ് ഓസോൺ, O3 അല്ലേ. ഓസോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഓസോൺ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. 2 ഓക്സിജൻ UVയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഓസോൺ ലെയർ കിട്ടുന്നത്. ഓസോൺ ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓസോൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ഓക്സിജൻ്റെ ഒരു കോമ്പൗണ്ടാണ്, ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഓസോണിൻ്റെ കേസ് മാത്രമാണ് ഓക്സിജൻ്റെ കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓക്സിജൻ്റെ പല ഓക്സൈഡ്സും ഉണ്ട്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പം അതിനകത്ത് നമ്മൾ ഇപ്പം ഫോസ്ഫറസിൻ്റെ കേസിലോ ഏതെങ്കിലും കോമ്പൗണ്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുട്ടികൾ അതുകൂടെ പറയാം. നെക്സ്റ്റ് സൾഫറിൻ്റെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സൾഫറിൻ്റെയിൽ ഇമ്പോർട്ടൻ്റ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് വരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡും അതുപോലെ പലതരം ഓക്സോ ആസിഡ്സ് ഒക്കെ ഉണ്ട് സൾഫറിൻ്റെ. അതിലേക്കൊന്നും പോവാതെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് H2S. H2S എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലാബിൽ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. H2S നമുക്കറിയാം, ആ ഒരു കിപ്സ് അപ്പാരറ്റസ് നമ്മൾ കണ്ടിട്ടുണ്ട് ലാബിൽ ചെയ്യുമ്പോൾ, ഇൻഓർഗാനിക് അനാലിസിസ്, മിക്സ്ചർ അനാലിസിസ് ചെയ്യുമ്പോൾ. അതിനകത്ത് നമ്മൾ എന്താ ഇടുക, അയൺ സൾഫൈഡ്, ഒരു ബ്ലാക്ക് കളറിൽ കട്ട പോലത്തെ അയൺ സൾഫൈഡ്. നമുക്കത് പൊട്ടിക്കാൻ വരെ ഹാമറൊക്കെ ആവശ്യം വരും അത്രയും, കാരണം അയണാണ്, അതിനനുസരിച്ച് അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ അയൺ സൾഫൈഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമാണ് നമ്മൾ ഒഴിക്കുക. സാധാരണ 4 നോർമൽ സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ എടുക്കുക. ആ അപ്പാരറ്റസ് അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, FES ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് മുകളിലൂടെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യും. ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, H2Sൻ്റെ സ്മെല്ല് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു സ്മെല്ലാണെന്നുള്ളത്. H2S എന്ന് പറയുന്നത് അത്യാവശ്യം പോയിസണസും കൂടിയാണ്. കാരണം നമ്മൾ കുറേ നേരം ഇൻഹെയിൽ ചെയ്താൽ, ഇപ്പോൾ ലാബിനകത്ത് തന്നെ എക്സോസ്റ്ററൊന്നും ഇല്ലാതെ കുറേ നേരം ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്കത്. നമുക്ക് ഹെഡേക്കൊക്കെ വരും കുറേ സമയത്തേക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു സ്മെല്ലാണ് H2Sൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് കെമിസ്ട്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. അപ്പോൾ H2S എന്ന് പറയുന്നത് സൾഫറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നമുക്കറിയാം മിക്സ്ഡ് അനാലിസിസിൽ ഇപ്പോൾ കാഡ്മിയം, കോപ്പർ, ലെഡ്, മെർക്കുറി, ഇതൊക്കെയും ഇതിൻ്റെയൊക്കെ സാൾട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നമ്മൾ H2S പാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ സൾഫൈഡ്സ് കിട്ടുക, ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുക, ലെഡിൻ്റെയൊക്കെ നല്ല ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ സൾഫൈഡ് ഫോം ചെയ്യുന്നതാണ്. ലെഡ് സൾഫൈഡ് ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ്, കാഡ്മിയം സൾഫൈഡ് ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ. സോ അതിൻ്റെ ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് എന്താണ്, അതിൻ്റെ സൾഫൈഡ് H2S പാസ് ചെയ്യുമ്പോൾ സൾഫൈഡ് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ H2S ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് സൾഫറിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇതൊക്കെയും വേണം, സൾഫറിൻ്റെ ഒരു കോമ്പൗണ്ടാണ്, ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ 17 and 18 നമുക്കത് ഒരുമിച്ചൊരു ക്ലാസ്സിൽ പറയാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ P ബ്ലോക്ക് ഓവറോൾ നമുക്ക് എന്ത് ചെയ്യാൻ കവർ ചെയ്യേണ്ടി വരും, അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതും കൂടി കവർ ചെയ്തിട്ട് പോകാം.